മഞ്ഞുമൽ ബോയ്സ് ഒരു എന്താ പറയാ സർവൈവൽ ത്രില്ലർ മലയാള ജോണറിൽ വളരെ കുറവാണ് കണ്ടുവരുന്നത്. വന്നിരുന്ന സമയത്തൊക്കെ അത് ഫ്ലോപ്പ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പൊളിച്ചു. ഇത് റിയൽ ലൈഫ് വിനായകനോട് പിന്നെ പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫാണ് എൻ്റെ ശരിക്കും മെയിൻ. ആ ഒരു ത്രില്ലിങ് സീൻസ് എല്ലാം ആ ഒരു ഞാൻ കൂടുതൽ പറയുന്നില്ല, തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും പെർഫോമൻസും അടിപൊളിയാണ്. ബാസിയുടെ ശരിക്കും വേണം. സൗവിൻ്റെയും ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും പെർഫോമൻസും ഗണപതി, ലാലിൻ്റെ മോൻ, എല്ലാവരും പെർഫോമൻസ് മഞ്ഞുമൽ ബോയ്സ് എല്ലാം സൂപ്പറാണ്. നമുക്കൊരു സർവൈവ് ത്രില്ലറിൽ നമുക്കൊരു ത്രില്ലിംഗ് എലമെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ബോറടിയാ. പക്ഷെ ഇതാണ് ഉണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ദി എൻഡ് ക്ലൈമാക്സ് വരെ നമുക്ക് കിട്ടോ ഇല്ലയോ ആളെ കിട്ടോ ഇല്ലയോ എന്നുള്ള ത്രില്ല് അത് നന്നായി വെന്ത് ചെയ്തു. മൊത്തത്തിൽ പറഞ്ഞാൽ പടം പൊളിച്ചു. വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവ് ത്രില്ലേഴ്സ് ഇൻ മലയാളം. മലയാളത്തിലാണ് പൊതുവെ കണ്ടുവരാത്തൊരു ജോണറാണ്. അത് വന്നപ്പോഴൊക്കെ അത്ര ഹിറ്റ് ആയിട്ടില്ല. പക്ഷെ ഇതെന്തായാലും ഹിറ്റ് ആയിരിക്കും. ആൻഡ് സൗണ്ട് മിക്സിങ് ശരിക്കും വേണ്ടതാണ്, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ എക്സ്പീരിയൻസ്. ഇത് നടന്നൊരു സിനിമ കഥയല്ലേ, അപ്പൊ അത് വെച്ചിട്ട് എത്രത്തോളം അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ? അല്ല, ഞാനതൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഇതിനകത്ത് കാണുമ്പോൾ ശരിക്കും അനുഭവിച്ചവരുടെ ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ അൺബിലീവബിൾ ആണ്. കാരണം അത്രയും വലിയൊരു ആ ഒരു ഗുഹയിലേക്ക് അത് തിയേറ്ററിൽ നമ്മൾ കണ്ട് നമുക്കും ഫീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്. എന്നെ കണ്ണുകളോട് പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അങ്ങനെ പറയാം. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു സന്തോഷത്തിന്റെയും എല്ലാത്തിനും വരും. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന രൂപയാണ്. പെർഫോമൻസസ് എല്ലാവരും പറയുകയാണെങ്കിൽ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, പിന്നെ അഭിനയിച്ച എല്ലാവരും. ഇപ്പോൾ മെയിൻലി പറയേണ്ടത് കപ്പിത്താൻ എന്ന് പറയുന്ന രീതിയിൽ ഡയറക്ടർ തന്നെയാണ് വളരെ മനോഹരമായിട്ട് ജാനേമൻ എന്ന സിനിമയിൽ നിന്ന് ചിദംബരം എന്ന സംവിധായകനിലേക്കുള്ള വളരെ സിമ്പിളായിട്ട് ഒരു വീടൊക്കെ ബേസ് ചെയ്ത സിനിമയാണെങ്കിൽ ഇത് കയ്യെത്താവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഇത് ഒറിജിനൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് നടന്ന സിനിമയല്ലേ, അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്ക് എത്രമാത്രം ഈ ഇൻസിഡന്റിനെ ബേസ് ചെയ്തെന്നുള്ളത് നമുക്ക് വായിച്ചറിഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് അനുഭവിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ്. ഈ ആർട്ട് വർക്ക് ഭയങ്കര ചർച്ചയായതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അജയൻ ചലശിയുടെ അയ്യോ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഒരു കാര്യമാണ്. ആർട്ടും അതുപോലെ മ്യൂസിക്കും മേക്കിങ്ങും അതുപോലെ വിഷ്വൽ എല്ലാം അതിമനോഹരം. നമുക്ക് റിയൽ ആ സ്ഥലത്ത് ഗുഹയിൽ പെട്ട ഒരു ഫീൽ തന്നെയായിരുന്നു നമുക്ക് എടുത്തു പറയേണ്ടത് എന്തായിരിക്കും സിനിമയിൽ? എല്ലാ മേഖലയും വളരെ മികച്ചതായിട്ടുണ്ട്. ഡയറക്ഷൻ, മ്യൂസിക്, ആർട്ട്, പിന്നെ എല്ലാവരുടെയും ആക്ടിങ്, ക്യാമറ എല്ലാം മികച്ചത് തന്നെ. ഗസൽ സ്റ്റോറി ആണെങ്കിൽ പോലും അതിനെ വളരെ മനോഹരം വിശ്വസനീയമായിട്ട് നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങൾ, പക്ഷെ നമുക്ക് നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഈ സിനിമയ്ക്ക് ഉണ്ടാവും. നല്ല പടം, നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്. ഒരുവിധം എല്ലാ ഹൈ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ബോറടിക്കില്ല. എപ്പോഴും ആവശ്യമുള്ള പുറത്തൊക്കെ ഹൈ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ ഒരുമിച്ച് വന്നിട്ട് കാണാൻ പറ്റും. അതെ, ഭയങ്കര ഒരു എന്റർടൈനർ പടം എന്നുള്ള രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് നല്ലൊരു നീറ്റ് ആയിട്ടുള്ള സർവൈവൽ പടം എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് വന്ന നല്ലൊരു സിനിമയിൽ ഞെട്ടിച്ചൊരു കട വന്നായിരിക്കും. സിനിമയിൽ ഞെട്ടിച്ചൊരു കട ഞെട്ടിക്കുക എന്നുള്ളതില്ല. നമ്മൾക്ക് ആക്ച്വലി ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ അവർ കീപ്പ് ചെയ്തു. മ്യൂസിക് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയാലും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ശ്രീനാഥ് ബാസിക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് കൊടുത്തതിൽ ആള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ലതാണ്. സൗബിന്റെ ശ്രീനാഥ് ബാസി ആക്ടിങ് നല്ലതാണ്. ഇനിയും ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ലാഗാണ്. ഈ പറഞ്ഞ ഐറ്റം സെറ്റ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ലാഗാണ്. ബാലു വർഗീസ് അതിന് വളരെ മോശമാണ്. സൗബിൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ബാസി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ലതാണ്. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയാ, നമ്മളെ കുറെ നേരം ടെൻഷൻ അടിപ്പിക്കും. ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണല്ലോ അതിന്റെ ഫീലിങ്സ് അറിയാൻ പറ്റുക. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഒരുപാട് എല്ലായിടത്തും എല്ലാം കോമഡി വേണം അല്ലെങ്കിൽ ഹീറോയിസം വേണം. ഇതൊരു ഹീറോയിസം തന്നെയാണ്. സൂപ്പർ താരങ്ങളില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ ടെക്നീഷ്യൻസും മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ടെക്നീഷ്യൻസ് ആണ്. ഷൈജു ഖാലിദ് ആയാലും അജയൻ ചാലിശ്ശേരി ആയാലും വിവേക് ഹർഷൻ ആയാലും ചിദംബരം ആദ്യ സിനിമയിലൂടെ ഞെട്ടിച്ച സംവിധായകനാണ്. ഈ ഒരു ഇൻസിഡന്റിന്റെ ആ ഒരു പരിപൂർണമായ ഇമോഷൻസ് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും സാധിച്ചിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കാനും സ്വയം ചിന്തിക്കാനും നമുക്ക് ഇത്തരം സുഹൃത്തുക്കളുണ്ടോ എന്ന് ആലോചിക്കുന്നിടത്തുമാണ് ഈ സിനിമ ആക്ച്വലി ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്.